ഹലോ വെൽക്കം ടു അഖിലസ് വ്ലോഗ്സ് ഇൻ വോക്ക്. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് ഹോം മെയ്ഡ് ക്ലേയുടെ മേക്കിംഗ് എങ്ങനെയാണെന്ന് കാണിക്കാം. ഹോം മെയ്ഡ് ക്ലേ ഓൾറെഡി ഉണ്ടാക്കുന്നത് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കുക്ക് ടോപ്പിൽ, അതായത് അടുപ്പത്ത് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ടൈപ്പായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വെറുതെ മിക്സ് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന, അതും സൂപ്പറായിട്ട് നമുക്ക് ആ ടെക്സ്ചറിൽ കിട്ടുന്ന ഒരു ക്ലെയർ റെസിപ്പിയാണ്. ഇപ്പോൾ കണ്ടു നോക്കൂ. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് കോൺഫ്ലോർ ആണ് കേട്ടോ. കോൺഫ്ലോർ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് ആർക്കും എത്ര വേണമെങ്കിലും ആവശ്യത്തിന് എടുക്കാം. ഞാൻ ചെറിയ ക്വാണ്ടിറ്റി കാണിക്കുകയാണ്. ഒരു 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തു. അതിൻ്റെ പകുതി അളവിൽ വൈറ്റ് ഗ്ലൂ, ഫെവിക്കോൾ പോലെയുള്ള ഏതെങ്കിലും വൈറ്റ് ഗ്ലൂ അതിൻ്റെ പകുതി അളവിൽ എടുത്ത് വെറുതെ നമ്മൾ മിക്സ് ചെയ്ത് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം എന്തുണ്ടെങ്കിലും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, പാത്രത്തിൽ വേണമെങ്കിൽ പാത്രത്തിൽ ചെയ്യാം. പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് പോലെയുള്ള അങ്ങനെ പരന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഇത്തിരി എണ്ണയോ എന്തെങ്കിലും ഒന്ന് തടവിയതിന് ശേഷം അവിടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പശയായതുകൊണ്ട് ഒരു ഒട്ടൽ നേച്ചർ ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് സൂക്ഷിച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ബട്ടർ പേപ്പർ ഇട്ടതാണ്. ബട്ടർ പേപ്പറോ ഫോയിലോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണല്ലോ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വല്ല പ്ലാസ്റ്റിക് ഷീറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതല്ല പാത്രത്തിലുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്യാൻ പഠിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരുവിധം പശയിൽ പൊടിയൊക്കെ ഒന്ന് എല്ലായിടത്തും എത്തിയതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക പറയുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നനവ് കൂടുതൽ ഫീൽ ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഒരു അളവെന്ന് പറഞ്ഞാൽ പൊടി എടുക്കുന്നതിൻ്റെ പകുതി പശ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഒട്ടൽ, അതായത് പശ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, പൊടി കുറവ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കുക. അതല്ല നല്ലതുപോലെ ഡ്രൈ ആയി പശ കമ്മിയാണ് തോന്നുമെങ്കിൽ പശ ചേർക്കാം, പക്ഷേ സൂക്ഷിച്ച് ചേർക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കുക. അതായത് നമ്മുടെ റിഫൈൻഡ് ഓയിൽ, എന്തെങ്കിലും ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ബേബി ഓയിൽ, ലോഷൻ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. കുക്കിംഗ് ഓയിൽ തന്നെ വേണമെന്നില്ല. അതെന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താലും മതി. ഇപ്പം ഞാനിവിടെ പശയും പൊടിയും മാത്രമാണ് ഇപ്പോൾ കുഴച്ച്. എനിക്കിത്തിരി നനവാണ് കൂടുതൽ തോന്നിയത് ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ. അപ്പോൾ ഇത്തിരി കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് കയ്യിൽ നിന്ന് വിട്ട് വരുന്ന, ഒട്ടും നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കയ്യിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലെത്തുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒരു ഇത്തിരി നല്ല സോഫ്റ്റായ ചപ്പാത്തി മാവ് ഉണ്ടാവില്ലേ, ആ ഒരു പരുവത്തിൽ കേട്ടോ. വല്ലാതെ ഡ്രൈ ആയി കട്ടയാവണ്ട. ഇത്തിരി നന്നായിട്ട്, പക്ഷേ കയ്യിലൊട്ടാൻ പാടില്ല. അത് നോക്കി, കയ്യിലൊട്ടുന്നില്ല, ഒട്ടുന്നില്ല. അങ്ങനെ കിട്ടുന്ന രീതിയിൽ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ, അതായത് എന്തെങ്കിലും ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് വരുമോ എന്നറിയാൻ ഇങ്ങനെ വലിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ വല്ലാതെ ലൂസായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, വിട്ടു പോരുന്നില്ല, നീണ്ട് ഇങ്ങനെ നൂല് പോലെ തൂങ്ങി താഴേക്ക് ഒലിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡ്രൈ ആക്കി എടുക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇത്രയും കൂടെ പൊടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഒരു ടിയർ ഡ്രോപ്പ് ഷേപ്പ്, ഞാൻ പഴയ മറ്റേ ഇതിന് മുന്നേ ഇട്ടിരുന്ന ഹോം മെയ്ഡ് ക്ലേയുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടിയർ ഡ്രോപ്പ് ഷേപ്പ് ആവുന്നത് വരെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പൊടിയെല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ കുറച്ച് കുഴച്ചെടുത്തിട്ട് ഉരുട്ടി നോക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ, ക്രാക്ക് ഇല്ലാതെ ഫിനിഷിങ്ങിൽ. ക്രാക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ ഡ്രൈ ആണെന്നർത്ഥം. അതല്ല നമ്മളിങ്ങനെ തൂങ്ങി ഒലിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ കൂടുതൽ വെറ്റാണെന്നാണ് അർത്ഥം. അപ്പോൾ അതിനനുസരിച്ചിട്ട് പൊടിയാണോ പശയാണോ അല്ലെങ്കിൽ ഓയിലാണോ എന്ന് ആലോചിച്ച് അതിനനുസരിച്ച് ചെയ്യുക. ഇനി ഇത് പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വിനീഗറോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇത്തിരി വാസ്ലിനാണ് എണ്ണയ്ക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഇതാ ബേബി ഓയിൽ എടുത്തിട്ടും ചേർക്കാം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരല്പം വാസ്ലിൻ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല മിനുസത്തിലുള്ള, ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത നല്ലൊരു ടെക്സ്ചർ നമുക്ക് കിട്ടും. എണ്ണ വേണമെങ്കിൽ എണ്ണ ഉപയോഗിക്കാം കേട്ടോ. ബേബി ഓയിലോ ബേബി ലോഷനോ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിലോ ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത്, നല്ലതുപോലെ കുഴച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാം. ഈ ടിയർ ഡ്രോപ്പ് കൺസിസ്റ്റൻസി പറയുന്നത് എങ്ങനെയാണ് വരേണ്ടതെന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കിതാ ഇങ്ങനെ ഒരു വെള്ളത്തുള്ളി പോലെ വരണം. ഇനി ഇത് സൂക്ഷിക്കാനാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഞാനിങ്ങനെ ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ, ക്ലിങ് ഫിലിമിൽ റാപ്പ് ചെയ്തതിന് ശേഷം ഒരു സിപ്പ് ലോക്ക് ബാഗിലാണ് ഇടുന്നത്. അപ്പോൾ നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റിൽ റാപ്പ് ചെയ്ത് പ്ലാസ്റ്റിക് കവറിലൊക്കെ നന്നായിട്ട് എയർ കിടക്കാതെ കവർ ചെയ്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ബാഗിലോ കണ്ടെയ്നറിലോ പാത്രത്തിലോ അതിൻ്റെ ഉള്ളിലെ എയർ കളഞ്ഞിട്ട്, ഞാൻ ഈ ബാഗിൽ കണ്ടില്ലേ, ഉള്ളിലെ എയർ കളഞ്ഞിട്ടാണ് മാക്സിമം എയർ കളഞ്ഞിട്ട് നന്നായിട്ട് അടച്ച് വെക്കുക. പുറത്ത് വേണമെങ്കിൽ വെക്കാം, ഫ്രിഡ്ജിൽ വേണമെങ്കിലും വെക്കാം. ഇനി ഞാനിത് എങ്ങനെയാണ് നമ്മുടെ കളർ മിക്സിങ് എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ ക്ലേ നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ മുഴുവൻ ക്ലേയും എപ്പോഴും വൈറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് വൈറ്റ് കളർ മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് കുറച്ചെടുത്തിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ മാർബിൾ ടെക്സ്ചറിൽ
ഇങ്ങനെ വരവരയായി പാണ്ടായിട്ട് ആ കളർ കാണും. അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്താൽ, നല്ലതുപോലെ അമർത്തി കുഴച്ച് മിക്സ് ചെയ്താൽ കളർ എല്ലാ സ്ഥലത്തും ഒരേപോലെ വരും. എപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ആവശ്യമില്ലാത്ത എത്ര ചെറിയ പീസാണെങ്കിലും അത് സേഫായിട്ട് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ അതായത് ഞാൻ കുറച്ച് പിങ്ക് കളർ മിക്സ് ചെയ്ത ഒരു കഷ്ണവും വൈറ്റ് കളർ മിക്സ് ചെയ്ത ഒരു ഇത്തിരി ക്ലേയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. ആ ടെക്സ്ചർ, അതായത് മാർബിൾ ടെക്സ്ചർ വരുന്നത് എത്ര നല്ല ഫിനിഷിങ്ങിൽ വരുന്നുണ്ട്, എന്ത് സോഫ്റ്റായിട്ടാണ് ആ ക്ലേ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ചൊക്കെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനെ മാർബിൾ ടെക്സ്ചറിൽ വരവരയായിട്ട് രണ്ട് കളറും കാണാൻ പറ്റും. അതല്ല, അതിനെ വീണ്ടും നമ്മൾ നേരത്തെ പോലെ നല്ലതുപോലെ അമർത്തി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിങ്കിൻ്റെ അഗെയിൻ വൈറ്റല്ലേ കൂടിയത്, അപ്പോൾ ഒന്നും കൂടെ നല്ല ഇളം കളറായിട്ട് മിക്സായി കിട്ടും. ഇതാ മാർബിൾ ടെക്സ്ചർ പറഞ്ഞില്ലേ, അതായത് ഇതുപോലെ വരവരയായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഒരു സാമ്പിൾ ക്രാഫ്റ്റ് ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഒരു ചെറിയ ഒരു കീ ചെയിൻ ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ കുറച്ച് ബ്രൗൺ കളറും ഇത്തിരി യെല്ലോ കളറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു കളർ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ചെറിയൊരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുത്തിട്ട് അതിനെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുന്നു. തീരെ തിന്നായിട്ട് പരത്തുന്നില്ല, കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കുന്നു. അതിനുശേഷം നമുക്ക് അതിലൊരു ടെക്സ്ചർ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റീൽ റൂളർ പോലെയുള്ള എന്തെങ്കിലും എന്ത് സാധനം വെച്ചിട്ട് വെക്കാം, അതുപോലത്തെ എന്തെങ്കിലും. ഇപ്പോൾ ഞാൻ ഐസ്ക്രീം കോണാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കള്ളി ടെക്സ്ചറിന് ഇങ്ങനെ വരച്ച് കൊടുക്കുക മീൻസ് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു പാടുണ്ടാക്കി കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കളർ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ലൈറ്റായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നല്ല ഡാർക്കായിട്ട് കാണും നമുക്ക് ഉണങ്ങി ബലം വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ ലൈറ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കളർ എപ്പോഴും. അതിന് തന്നെ ഡാർക്കായിട്ട് മിക്സ് ചെയ്യരുത്. അപ്പോൾ അതാ ഞാൻ അതിനെ ഇങ്ങനെ ചുരുട്ടി ഒരു കോൺ ഷേപ്പിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൽ ഐസ്ക്രീം ഫില്ലിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ഷെയ്ഡിലുള്ളത് വളരെ കുറച്ച് ചെറിയ ബോൾ സൈസിലെടുത്തിട്ട് അതിനെ ഇങ്ങനെ റോൾ ചെയ്ത് ഒരു നീളത്തിലുള്ള പാമ്പ് പോലെ ആക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ചുരുട്ടിയിട്ട് അതിന് ഈ ഷേപ്പിലത് നമുക്ക് അതിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതങ്ങനെ വെറുതെ വെച്ച് അതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് അങ്ങനെ ഉണങ്ങി അതിൻ്റെ മുകളിൽ ഇരിക്കില്ലല്ലോ, രണ്ട് സെപ്പറേറ്റ് അല്ലേ. അപ്പോൾ ഞാൻ വൈറ്റ് ഗ്ലൂ, നമ്മുടെ സാധാരണ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിന് മറ്റേൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് കീ ചെയിനായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐപ്പിൻ എടുത്തിട്ട് കുറച്ച് ഗ്ലൂ അതിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഉണങ്ങുന്നതിന് മുന്നേ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അത് ഉണങ്ങുന്നതിന് മുന്നേ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കീ ചെയിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്ത് ഇഷ്ടമുള്ള ഷേപ്പും നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാം, നല്ല രസത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ക്ലേ വാങ്ങിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, മിക്കവാറും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാം ഈസി ആയിട്ട്. കുക്ക് ചെയ്യേണ്ട പരിപാടിയോ ഒന്നുമില്ല. നല്ല നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ സൗകര്യത്തിന് ഉണ്ടാക്കുകയും അതുപോലെ ക്രാഫ്റ്റ് ചെയ്യാനും അത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.